വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് പ്രവേശനം നിരോധിച്ചു. ദുരന്തത്തിൽ 5 പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥലത്ത് നിന്ന് പൂർണ്ണ പരിശോധന നടത്തും. NDRFന്റെ 2 സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഇന്ന് ഊർജിതമായ തെരച്ചിൽ നടത്തും. കരാർ കമ്പനിയിലെ ജീവനക്കാരായ 5 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കെടാവർ നായ്ക്കളെ എത്തിച്ചാവും തെരച്ചിൽ നടത്തുക. NDRFന്റെ 2 സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 70 രക്ഷാപ്രവർത്തകരാണ് സംഘത്തിലുള്ളത്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഹിറ്റാച്ചി, JCB എന്നിവയുപയോഗിച്ച് ദുരന്ത സ്ഥലത്തെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്പോട്ട് ലൊക്കേഷൻ ക്യാമറകൾ, 2 സ്നിഫർ ഡോഗുകൾ എന്നിവയും എത്തിച്ചിട്ടുണ്ട്. നിലവിൽ പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നു. അതേസമയം മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. എയർലിഫ്റ്റ് വഴി മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. നിലവിൽ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 7 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കുമെന്നാണ് വിവരം. രാവിലെ 11:30യോടെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് 1 മണിയോടെ സ്ഥലത്തെത്തും. ഇന്നലെ രാവിലെയാണ് കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. പ്രദേശത്തെ വീട്, പള്ളി, ബസ് സ്റ്റോപ്പ് എന്നിവ മണ്ണിനടിയിലായി. മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രഭാൻ, ജാർഖണ്ഡ് സ്വദേശിയായ അൻമോൾ, ബീഹാറുകാരനായ വികാസ് കുമാർ എന്നിവരാണ് മരിച്ചത്. വിക്രം, അസറുദ്ദീൻ അൻസാരി, രാകേഷ്, രാഹുൽ, മുഹമ്മദ് ഇമ്രാൻ എന്നിവരെയാണ് കാണാതായത്. വിംസ് ആശുപത്രിയിൽ 9 പേർ ചികിത്സയിലുണ്ട്. ഹിരകുമാർ, കൂപ്പമാൽ, സൂരജ് യാദവ്, കുഞ്ചു, ദിലീപ്, തന്മയ് ഘോഷ്, രജനീഷ്, സഞ്ജയ് താക്കൂർ, സന്തോഷ് കുമാർ എന്നിവരാണ് ചികിത്സയിലുള്ളത്. നിസാര പരിക്കേറ്റ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതമാണെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണ് നീക്കം ചെയ്തില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വിമർശനം. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം മീനാക്ഷി എസ്റ്റേറ്റിലെ 21 കുടുംബങ്ങളെ ചുള്ളിക്ക GLP സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് കാഞ്ഞിരോട് പോളിടെക്നിക് കോളേജിലേക്ക് മാറ്റും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.